ഈ ആഴ്ചയും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ വിപണിയിൽ ഒരു ക്രമപ്പെടൽ രൂപപ്പെട്ടിരുന്നെങ്കിലും അവസാന ദിവസം വലിയൊരു വിൽപ്പനയിലേക്ക് നീങ്ങുകയായിരുന്നു. മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലുമായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ അത്രയൊന്നും മോശമായിരുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ വിപണിയിൽ ഇപ്പോഴും ഒരു വിൽപ്പന തുടരുക തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. സാങ്കേതികമായി 22,700 എന്നുള്ള നിലവാരമാണ് ഇനി മുൻനിര സൂചികയ്ക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിലേക്ക് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ വിൽപ്പന തുടരാമെന്ന് തന്നെയാണ് കരുതുന്നത്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ഇനി ഈ അടുത്ത ആഴ്ച ഈ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ആഴ്ചയാണ് ഈ ഒരു മാസത്തെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. 0.58% മുൻനിര ഓഹരി സൂചികളിൽ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ച ഉണ്ടായിട്ടുള്ള നഷ്ടം. രണ്ടാം തര ചെറുകിട ഓഹരികളിലും അതിലധികം നഷ്ടം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 22,700 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും.